സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഏകദേശം ഒരു ദിവസമായി തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. സോ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കിലായി, അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രേഡും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് എന്താണ് പറയുക, ഒരു കൺസൾട്ടേഷൻ കളിച്ച് പോകുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ തന്നെ കാണാൻ പറ്റും. ഒരു കൺസൾട്ടേഷൻ രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ വിഷയം മാറണ്ട, നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് വരാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ടൂൾസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന്. ഓക്കെ. സോ ആ ടൂൾസും കാര്യങ്ങളും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ബിഗിനേഴ്സിനുള്ളതാണ്. കുറച്ച് ട്രേഡ് ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയുണ്ടാവും. കാരണം ഈ ഉപകരണങ്ങളൊക്കെ, അതായത് ഈ ടൂൾസൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ബിഗിനേഴ്സിനുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ മറക്കാതെ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. സോ ഞാൻ ഉപയോഗിക്കാറുള്ള എൻ്റെ ടൂൾസാണ് ഞാൻ ഇവിടെ മേലെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ ബാക്ക് അടിക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ടൂളാണ്. ഈ ടൂളിൻ്റെ പേര് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ എന്നാണ്. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. ട്രെൻഡ് ലൈൻ എന്നാണ്. ഈ Alt+T ട്രെൻഡ് ലൈൻ ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണത്. ട്രെൻഡ് ലൈൻ ആണ്. ഇത് എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾ ഇങ്ങനെ കുറേ ഇത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ടാവും. ചാർട്ടിലേക്ക് നോക്കിക്കോ. നിങ്ങൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ട്രെൻഡ് ലൈൻ, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്. ഇതാണ് ട്രെൻഡ് ലൈൻ. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും വരയ്ക്കില്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ട്രേഡിങ്ങിൽ. കാരണം ഇതൊക്കെ പ്രൈസ് ആക്ഷൻ്റെ ആണ്. നമ്മൾ SMC ട്രേഡേഴ്സ് ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരയ്ക്കാനാണ്. BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരയ്ക്കാനാണ് നമ്മൾ മെയിനായിട്ട് ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യാറ്. ഓക്കെ. നമ്മളിത് ഇങ്ങനെ വരക്കും. അതേപോലെ തന്നെ നമ്മൾ ഇത് അടിയിലും വരച്ചിടും. ഓക്കെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എന്ത് പറയുക, ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യാറ്. ഓക്കെ. ട്രെൻഡ് ലൈൻസ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടാനാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ്റെ യൂസ് മനസ്സിലായല്ലോ. ഇനി ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോണതാണ് ഓർഡർ ബ്ലോക്ക് വരയ്ക്കുന്നത്. ഓർഡർ ബ്ലോക്ക് വരയ്ക്കുന്ന സംഭവമാണ് ഈ റെക്റ്റാങ്കിൾ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റെക്റ്റാങ്കിൾ ഷേപ്സിലെ റെക്റ്റാങ്കിൾ എന്നുള്ളത്. ഓക്കെ. ഇതിൻ്റെ Alt+Shift+R. ഓക്കെ. Alt+Shift+R എനിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ടൂൾ കിട്ടും. ഇപ്പം എനിക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. സോ അതിൻ്റെ ഓർഡർ ബ്ലോക്ക് വരുന്നത് ഇവിടെയാണ്. ഓക്കെ. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എനിക്ക് അതിൻ്റെ എന്താ പറയുക, ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ മേലത്തെ ലിക്വിഡിറ്റി കവർ ചെയ്തു. ഇത് ബ്രേക്ക് ആയിട്ടില്ല. കാരണം പ്രൈസ് സെറ്റിൽ ചെയ്താലേ ബ്രേക്ക് ആവുള്ളൂ. സോ അതൊരു വിക്ക് ആയിട്ട് അവിടെ നിന്നു. വിക്കായിട്ട് മാറി അതവിടെ. എന്നിട്ട് മാർക്കറ്റ് അടിയിലേക്ക് വന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ കൺസൾട്ടേഷൻ കളിക്കുന്നുണ്ട്. മാർക്കറ്റ് ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാലാണ് അപ് ട്രെൻഡ് ആവുക. അതായത് ഇവിടെ പ്രൈസ് സെറ്റിൽ ചെയ്തു. ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു വിക്കിൻ്റെ മേലെ പോയിട്ട് പ്രൈസ് സെറ്റിൽ ചെയ്തു. അതായത് ഇവിടെയൊക്കെ പ്രൈസ് സെറ്റിൽ ചെയ്താൽ ഇത് അപ് ട്രെൻഡായി. പിന്നെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് എടുക്കുന്നിട്ട് മേക്കിങ് ആക്കി കയറിപ്പോകും. സോ അത് ബ്രേക്ക് ആയില്ല. ഇവിടുത്തെ ലിക്വിഡിറ്റി കവർ ചെയ്തു, നേരെ ഇറങ്ങി. ഇനി ഈ ലിക്വിഡിറ്റി എടുക്കും. ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കും. സോ എനിക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടും. അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഓർഡർ ബ്ലോക്ക് വരിക ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ഓക്കെ. ഇതിനി ഇവിടെ പോയിട്ട് ലിക്വിഡിറ്റി എടുക്കാതെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ പോയിട്ട് ഇനി ബാലോട്ട് കയറി ഇത് ബ്രേക്ക് ആവാതെ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് കിട്ടുക. സോ ഞാൻ ഓർഡർ ബ്ലോക്ക് വരയ്ക്കാൻ പോവുകയാണ്. എനിക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണ് ഓർഡർ ബ്ലോക്ക് വരയ്ക്കുക. ഓക്കെ. സോ എനിക്കിപ്പോൾ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിത് വരയ്ക്കുന്നില്ല. സോ ഇവിടെയാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ നീട്ടി വയ്ക്കാം. ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും നീട്ടി വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ഇടാം. ഇനി അടുത്ത ടൂള് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ ഇടുന്ന ടൂള്. ഓക്കെ. ഞാൻ ഇപ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്തു. എനിക്ക് ഇവിടെ റീടെസ്റ്റ് കിട്ടി. ഞാൻ ഇവിടെയാണ് ഇടുക. ഓക്കെ. ഇവിടെ ഇട്ടിട്ട് ഇതിൻ്റെ ഇവിടെ വയ്ക്കും. സോ ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു കീ ഉണ്ടല്ലോ, ഇവിടെ റൈറ്റ് സൈഡിൽ 5ാമത്തെ ടൂള് ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ.
നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൊജക്ഷനിൽ ഷോർട്ട് പൊസിഷൻ, ലോങ് പൊസിഷൻ. ഓക്കെ, ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെല്ല്, ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക. ഞാൻ അത് എൻ്റെ ഫേവറേറ്റിൽ ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ടാർജറ്റ് ഞാൻ ഇവിടേക്ക് ഇറക്കി വെച്ചു. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻ്റെ മൂന്നാമത്തെ ടൂൾ. ഓക്കെ, ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മറ്റു പലരും പല ടൂൾസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ടാവും, അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. സോ എൻ്റെ നാലാമത്തെ ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ്. എൻ്റെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ് എന്താണെന്ന്. സോ ഇവിടെ ഞാൻ എൻ്റെ ഫെബിനാച്ചി വെക്കുന്നു, സ്റ്റോപ്പ് ലോസിൻ്റെ ഒപ്പം വെക്കുന്നു. ഓക്കെ, എനിക്കിത് ഇവിടെ വരെ ഇറങ്ങണം എന്നൊന്നുമില്ല. എൻ്റെ ഇവിടെ അച്ചീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ ഇവിടെ അച്ചീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർജറ്റ്, സെക്കൻഡ് ടാർജറ്റ്, തേർഡ് ടാർജറ്റ് വരെ അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ട്രേഡ് അവിടെ കഴിഞ്ഞു. എനിക്ക് മാർക്കറ്റിന് ഇതുവരെ ഇറക്കണം എന്നൊന്നും നിർബന്ധമേ ഇല്ല. കാരണം ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഓവറോൾ പ്രോഫിറ്റബിൾ ആണ്. എനിക്ക് 25% ഇവിടെ തന്നെ പ്രോഫിറ്റബിൾ ആയി, 50%, 100% ഇവിടെ പ്രോഫിറ്റബിൾ ആയി. കാരണം ഞാൻ എത്രയാണോ റിസ്ക് വെക്കുന്നത് അതിൻ്റെ ഹാഫ് എനിക്ക് അതിൻ്റെ പകുതി എനിക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ കിട്ടും. അതിൻ്റെ പകുതി, അതായത് ഞാനിപ്പോൾ ഒരു $10 റിസ്ക് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് $5 എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് അടിക്കുമ്പോൾ കിട്ടും. രണ്ടാമത്തെ ടാർഗറ്റ് അടിക്കുമ്പോൾ എനിക്ക് $10 കിട്ടും. ടോട്ടൽ ഞാൻ റിസ്ക് വെച്ചതായി. പിന്നെ ഞാൻ പ്രോഫിറ്റബിൾ ആണ്. എൻ്റെ മൂന്നാമത്തത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റബിൾ ആണ്, $15 എനിക്ക് കിട്ടും. ഓക്കെ, ഇതൊരു ചെറിയ കണക്കാണ്. നിങ്ങൾ എത്ര ലോട്ടായിടണമെന്ന് വെച്ചാൽ, എത്ര റിസ്ക് വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ചാണ് കണക്ക്. ഓക്കെ, സോ ഞാൻ ഓവറോൾ പ്രോഫിറ്റബിൾ ആയി. ഇനി എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് സെക്കൻഡ് ടാർഗറ്റ് അടിച്ച് നേരെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഞാൻ പ്രോഫിറ്റബിൾ ആണ്. 1:1 ഞാൻ പ്രോഫിറ്റബിൾ ആണ്. അതായത് ഞാൻ $10 റിസ്ക് വെച്ചു, $10 എനിക്ക് പോവാതെ തന്നെ ഞാൻ $10 ഉണ്ടാക്കി, എന്നാലും ഞാൻ പ്രോഫിറ്റബിൾ ആണ്. അല്ലാതെ നിങ്ങൾ ഇത് യൂസ് ചെയ്യാതെ, ഇപ്പം നിങ്ങൾ ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്തില്ല. ഓക്കെ, ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്യാത്ത ഒരാൾ, ഒരു മിനിറ്റ്, ഓക്കെ, ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്യാത്ത ഒരാൾ ഇപ്പം ഇങ്ങനെ നോർമലി ഇങ്ങനെ ട്രേഡ് ഇടുകയാണ്. സോ അവൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ മാർക്കറ്റ് ഇങ്ങനെ പോയി അടി ബ്രേക്ക് ആവണ വരെ അവൻ നോക്കിയിട്ടിരിക്കും. ചിലപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എത്തിയിട്ട് നേരെ ഇവിടെ നിന്ന് പുഷ് ചെയ്യും മേലേക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുഷ് ചെയ്യും മേലേക്ക്. അപ്പം എന്തേ അവൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് അവനൊരു $50 ആയിരിക്കും എന്താ പറയുക ഒരു ഇത് വെച്ചിട്ടുണ്ടാവുക, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക. അവന് $50 പോകും. ഇത്ര ഇറങ്ങിയത് ടൈമും വേസ്റ്റ്, അവൻ്റെ പൈസയും വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. സോ ഇതുകൊണ്ടാണ് ഫെബിനാച്ചി യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഫെബിനാച്ചി നിങ്ങൾക്ക് എന്തായാലും ഒരു ഗെയിം ചേഞ്ചിങ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് യൂസ് ചെയ്യാത്തവർ മാക്സിമം യൂസ് ചെയ്യുക. ഫെബിനാച്ചി യൂസ് ചെയ്തിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. അല്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്തും പ്രോഫിറ്റബിൾ ആവില്ല. പിന്നെ അത്രയും ആക്യുറേറ്റ് ആയിരിക്കണം നിങ്ങളത്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ നിങ്ങൾ ഫെബിനാച്ചി യൂസ് ചെയ്യണം. ഫെബിനാച്ചി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈക്ക് വിട്ട് പോകും, നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇത്രയും ടൂൾസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ കുറച്ച് ടൂൾസ്, ഇങ്ങനെ കയറുന്നുള്ളത്. പക്ഷെ ഞാനിതൊന്നും വല്ലാതെ യൂസ് ചെയ്യില്ല. ഇത് ഞാൻ എൻ്റെ ട്രെൻഡ് ലൈൻ അല്ല, മറ്റേ മാർക്കറ്റ് ഇങ്ങനെ പോവും അങ്ങനെ വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കുന്ന ഓരോ സംഭവങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഞാൻ വല്ലാതെ യൂസ് ചെയ്യില്ല. ഇതും വലിയ കാര്യമൊന്നുമില്ല ഈ ടൂൾ കൊണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് വരയ്ക്കാവുന്നേ ഉള്ളൂ. ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കാന്നുള്ള ടൂൾസാണ് അതൊക്കെ. ഞാൻ മാക്സിമം ഇത്രേ വരയ്ക്കാറുള്ളൂ. പിന്നെ ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്ന ഈ എഴുതുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഈ ഇങ്ങനെ എഴുതാറുണ്ട് ഓരോ സംഭവം വെച്ചിട്ട്. അതൊക്കെ ബോസ്, അതായത് ഇവിടെ BOS ഇടാൻ, അതേപോലെ തന്നെ SL അങ്ങനെയൊക്കെ എഴുതാൻ ചിലപ്പോഴേക്കേ അത് യൂസ് ചെയ്യാറുള്ളൂ. ഇത്ര കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ, പലരും പല ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, അതൊന്നും നമുക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നിങ്ങൾ ഇത്രയും ടൂൾസിൻ്റെ കാര്യം അറിഞ്ഞാൽ മതി. നിങ്ങൾ മര്യാദയ്ക്ക് ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റബിൾ ആവുക. ഓക്കെ, ഫെബിനാച്ചി യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾ പകുതി പ്രോഫിറ്റബിൾ ആവും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക. നമ്മളെ ഈ വീഡിയോൻ്റെ ടാർഗറ്റ് പറയുന്നത് 100 ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക.
അതേപോലെ തന്നെ നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസിന്റെ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അതായത് മര്യാദയ്ക്ക് ഒരു മാർക്കറ്റ് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ ട്രേഡ് തന്നിട്ട് കാര്യമില്ലല്ലോ. മര്യാദയ്ക്ക് മാർക്കറ്റ് വരാത്തതുകൊണ്ടാണ്. മാർക്കറ്റ് വരുമ്പോൾ എന്തായാലും ഞാൻ ട്രേഡ് ഇടും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും ബൈ.